നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എന്നാ ഉണ്ട് കുക്കീസ്. കുക്കീസിനകത്ത് നമുക്ക് എന്നാ ഇൻഗ്രീഡിയൻസാ വേണ്ടിയേ? കുക്കീസിനകത്ത് നമുക്ക് വേണ്ടിയ ഓൾ മൈദ വേണം, ബേക്കിംഗ് സോഡ വേണം, സോൾട്ട് വേണം, ബട്ടർ വേണം, ഷുഗർ വേണം, എഗ്ഗ് വേണം, ഹണി വേണം, വാനില എസൻസ് വേണം. ഇത്രയും സാധനമുണ്ട്. അന്നേരം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ എഗ്ഗ് എവിടെ ഉണ്ട് അവിടെ വാനില എസൻസ് ഉണ്ട്. അന്നേരം മൈദ എത്ര 2 കപ്പ് ഉണ്ട്, ബേക്കിംഗ് സോഡ പറഞ്ഞാൽ 1/2 ടീസ്പൂൺ മതി, സോൾട്ട് പറഞ്ഞാൽ 1/4 ടീസ്പൂണാ വേണ്ടിയേ, പിന്നെ ബട്ടർ പറഞ്ഞാൽ 3/4 കപ്പാ ബട്ടർ വേണ്ടിയേ, ഷുഗർ പറഞ്ഞാൽ 3/4 കപ്പാ വേണ്ടിയേ, എഗ് യോക്ക് ഇതിനകത്ത് എഗ് യോക്കാ വേണ്ടിയ, വൈറ്റ് വേണ്ട, എഗ് യോക്ക് വേണം, ഹണി പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ വേണം, വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ വേണം. 2 കപ്പ് പറഞ്ഞാൽ 240 ml 1 കപ്പ്, അന്നേരം 480 ഗ്രാംസ് വരുന്ന. ബേക്കിംഗ് സോഡ പറഞ്ഞാൽ 1/2 ടീസ്പൂണാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, 2.5 ഗ്രാം. അതുപോലെ തന്നെ സോൾട്ട് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ, അത് 125 ഗ്രാംസ് ആയി യൂസ് ചെയ്യേണ്ടത്. ബട്ടർ 3/4 പറഞ്ഞാൽ 360 ഗ്രാം ആയി യൂസ് ചെയ്യേണ്ടത്. ഷുഗർ 3/4 കപ്പ്, അത് 360 ഗ്രാംസ് ആ വേണ്ടിയത്. എഗ് യോക്ക് പറഞ്ഞാൽ ഒരു എഗ്ഗിന് എഗ് യോക്ക് നമ്മൾ യൂസ് ചെയ്യുക. ഹണി പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ 60 ml ആ വേണ്ടിയത്. വാനില പറഞ്ഞാൽ ഇതിനകത്ത് വേണ്ടിയ എത്ര 1 ടേബിൾ സ്പൂൺ, അത് 30 ml ആ വരുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 2 സെക്ഷനാണ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആൻഡ് വെറ്റ് ഇൻഗ്രീഡിയൻസ്. ഡ്രൈ ഇൻഗ്രീഡിയൻസിനകത്ത് പറഞ്ഞാൽ എന്നാ ഉണ്ട്, മൈദ, ബേക്കിംഗ് സോഡ, പിന്നെ ആൻഡ് സോൾട്ട്. അത് മൈദ എടുത്തു, ബേക്കിംഗ് സോഡ ഇട്ടു, പിന്നെ സോൾട്ട് ഇട്ടിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നു, അത് നല്ലപോലെ സീവ് ചെയ്യണം. സീവ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിനകത്ത് വെക്കുക. അടുത്ത കണ്ടെയ്നർ എടുത്തിട്ട് അതിനകത്ത് എന്നാ ചെയ്യും, ഈ പൗഡർ ഷുഗർ ഞാൻ പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഹണി ഇട്ട് നല്ലപോലെ ഒരു മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിനകത്ത് മുട്ടയുടെ എഗ് യോക്ക് ഇടും, പിന്നെ വാനില ഇട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യും. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നാ ഉണ്ട്, ഇതിനകത്ത് നമ്മൾ എന്നാ ചെയ്യുന്നുണ്ട്, ഇപ്പം മീൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയി, ഷുഗർ ആയി, ബട്ടർ ആയി, എഗ് ആയി, പിന്നെ ഹണി ഉണ്ട്, ഹണി ഇതിനകത്ത് ഇടണം. അതുപോലെ തന്നെ ഹണി ആദ്യം നമ്മൾ പൗഡർ ഷുഗർ ഹണി മിക്സ് ചെയ്ത് എടുത്തു. അത് കഴിഞ്ഞ് എഗ് യോക്ക് ഇട്ടു. എഗ് യോക്ക് ഇട്ട് കഴിഞ്ഞ് വാനില എസൻസ് ഇട്ടു. വാനില എസൻസ് ഇട്ടിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്തു. നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഇത് വെറ്റ് ഇൻഗ്രീഡിയൻസ് അവിടെ ക്ലിയർ ആയി. ഇനി എന്നാ ചെയ്യണം, ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ മിക്സ് ചെയ്ത് ബൈൻഡ് ചെയ്യണം. നല്ലപോലെ അത് മിക്സ് ചെയ്യണം. അങ്ങോട്ട് സ്റ്റാപ്പുല പറഞ്ഞ പ്ലാസ്റ്റിക്കില് ഫ്രണ്ടിൽ കാണും, തടി പോലെ കാണും, അത് വെച്ച് നമ്മൾ എന്നാ ഉണ്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് കഴിഞ്ഞാൽ അങ്ങോട്ട് മിക്സിങ്, വെറ്റിനെ കൂടി നല്ലപോലെ മിക്സിങ് ചെയ്ത് അത് എടുക്കണം. അന്നേരം അത് എടുത്തു കഴിഞ്ഞ ശേഷം എന്നാ ഉണ്ട്, ഒരു ഹാർഡ് ഡോസ് രീതിനകത്താകും. ഡോവിൻ്റെ രീതി ആകും. പിന്നെ അത് നമ്മളുടെ കൈവച്ച് നമുക്ക് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് അത് നമുക്ക് ഷേപ്പിന് വേണ്ടി നമ്മൾ മോൾഡ് എടുക്കണം. മോൾഡ് എടുത്തിട്ട് ആ ഷേപ്പിനകത്ത് നമ്മൾ കട്ട് ചെയ്യണം. അന്നേരം ആ കട്ട് ചെയ്യുന്ന എങ്ങനെ, ഈ മാവ് എന്നാ ഉണ്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ബോളാക്കിയിട്ട് പരത്തണം. ചെറുതായിട്ട് പരത്തിയിട്ട് ആ ഷേപ്പ് വെച്ച് കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നാ ഉണ്ട്, നമ്മൾ ഇനി ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഗ്രീസ് ചെയ്ത ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത മോൾഡ് വെച്ച് കട്ട് ചെയ്ത അതെല്ലാം ഇങ്ങനെ ഡിസ്റ്റൻസിനകത്ത് ഒരെണ്ണം ഇവിടെ വെച്ച് പിന്നെ ഇച്ചിരി മാറ്റി വേറെ എണ്ണം വെക്കണം. അത് കഴിഞ്ഞ് അടുത്ത 3, 6 ഇങ്ങനെ ഷേപ്പിനകത്താക്കി കഴിഞ്ഞാൽ വേണം. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഷുഗർ പൗഡർ നമുക്ക് ഇടാം. ഇട്ടിലി പ്രശ്നമില്ല. നട്ട്സോ വല്ലതും ഉണ്ട് പിന്നെ അത് ഇട്ട് കഴിഞ്ഞ് ഈ ബേക്കിംഗ് ഓവനകത്ത് നമ്മൾ ബേക്ക് ചെയ്യുന്നു. അങ്ങനെ ബേക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് എന്നാ ഉണ്ട്, ഓവൻ എന്നാ ചെയ്യണം, പ്രീ ഹീറ്റ് ചെയ്യണം 180 ഡിഗ്രി സെൽഷ്യസിനകത്ത് 10 മിനിറ്റ്സ്. അതുപോലെ തന്നെ ഇത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ബേക്ക് ചെയ്യുന്ന എത്ര 10 to 15 മിനിറ്റ്സ് ബേക്ക് ചെയ്ത കുക്കീസ് റെഡി. പിന്നെ കുക്കീസിനകത്ത് വല്ല പ്രോബ്ലംസ് ഉണ്ടോ? ഒരു പ്രോബ്ലംസ് ഇല്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആൻഡ് വെറ്റ് ഇൻഗ്രീഡിയൻസ് കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യാൻ വേണ്ടി സ്റ്റാപ്പുല യൂസ് ചെയ്യുന്നത്. സ്റ്റാപ്പുല യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് കംപ്ലീറ്റ് ബൈൻഡ് ആയിട്ട് ആ ഡോ എടുത്തിട്ട് നമ്മൾ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് അത് റോൾ ചെയ്യണം. റോൾ ചെയ്തിട്ട് നമ്മൾ കുക്കീസ് ഏത് ഡിസൈനകത്ത് ഉണ്ടാക്കുന്നുണ്ട് ആ ഡിസൈനിൻ്റെ മോൾഡ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ബേക്കിംഗ് ട്രേനകത്ത് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ മണ്ടയ്ക്ക് ഗ്രീസ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിനകത്ത് ഒരു 15 മിനിറ്റ്സ് 10 to 15 മിനിറ്റ്സ് വരെ ബേക്ക് 15 മിനിറ്റ്സ് 10 ഇല്ല 15 to 20 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്യണം. ആ 15 മിനിറ്റ്സ് നമുക്ക് കാണാം ബേക്കിംഗ് ആയിട്ടുണ്ടല്ലോ. അത് ബേക്ക് ആയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ വെളിയിൽ എടുത്തിട്ട് അത് കൂളിംഗ് ആയി കഴിഞ്ഞ ശേഷം കണ്ടെയ്നറിനകത്ത് വെക്കുക. ഇത്രയും ഉള്ളൂ കുക്കീസിൽ. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന ബനാന കേക്ക്. ബനാന കേക്ക് പറഞ്ഞാൽ എന്നാ ഉണ്ട്, അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നാ ഉണ്ട്, ബനാന ഉണ്ട്, മൈദ കാണും, പഞ്ചസാര കാണും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്നാ ഉണ്ട് ഓയിൽ കാണും,
പിന്നെ എന്നാ ഉണ്ട് ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ഉണ്ട്, ബേക്കിംഗ് സോഡ ഉണ്ട്, സോൾട്ട് ഉണ്ട്, പിന്നെ റേസൻസ്, കാഷ്യൂ അതെല്ലാം. ഇന്നത്തെ ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 4 ബനാന വേണം. ഏതാ? റോബസ്റ്റ ബനാന വേണം. അത് കഴിഞ്ഞ് 4 എഗ്സ് വേണം, പിന്നെ 1 കപ്പ് ഓയിൽ വേണം, വാനില എസൻസ് വേണം, പിന്നെ നമുക്ക് മൈദ വേണം, പിന്നെ 2 കപ്പ് ഷുഗർ വേണം. 2 കപ്പ് മൈദ ഉണ്ട്, പിന്നെ 2 കപ്പ് ഷുഗർ. 2 ടീസ്പൂൺ എന്നാ ഉണ്ട് ബേക്കിംഗ് പൗഡർ വേണം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം, പിന്നെ 1 ടീസ്പൂൺ സോൾട്ട് വേണം, പിന്നെ റേസിൻ മുന്തിരി, കാഷ്യൂ, പിന്നെ ബദാം മൊത്തത്തിൽ 100 ഗ്രാം വേണം, പിന്നെ ഒരു കപ്പ് നല്ല ഹോട്ട് വാട്ടർ വേണം. ഇത്രയും സാധനം വേണം. ആദ്യം നമ്മൾ എന്നാ ചെയ്യാം, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ആക്കണം. അതിനകത്ത് എന്നാണ് ഫ്ലോർ, ഷുഗർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു കണ്ടെയ്നർ സെപ്പറേറ്റ് വെക്കണം. അടുത്ത എന്നാ ബനാന എടുത്തിട്ട് ബനാന പീൽ ചെയ്തിട്ട് അത് ബനാന എന്നാ മാഷ് ചെയ്യണം. മാഷ് എന്ന് പറഞ്ഞാൽ നല്ലോണം അത് എന്നാ ഉണ്ട് പൊടിച്ചെടുക്കണം. ഇല്ലേ നല്ലോണം അത് മിക്സ് ചെയ്ത് ഒരു എന്നാ ഉണ്ട് ഒരു ലിക്വിഡ് ഫോമിനകത്ത് ആക്കണം. മനസ്സിലായില്ലേ? ഈ ബനാനകത്ത് എഗ് ഇടണം, ഓയിൽ ഇടണം, പിന്നെ എഗ് ഓയിൽ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അന്നേരം ബനാനകത്ത് എഗ് എത്ര ഇടേണ്ടി? 4 എഗ് ഇടേണ്ടി. 4 ബനാന ആണല്ലോ, അത് മാഷ് ചെയ്യണം, നല്ലോണം മാഷ് ചെയ്യണം, നല്ലോണം ഇങ്ങനെ ഞെരടി അത് മാഷ് ചെയ്ത് കഴിഞ്ഞ് എന്നാൽ 4 മുട്ട ഇട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ എന്നാ സംഭവിക്കുന്നുണ്ട്, ഓയിൽ ഇടണം. ഓയിൽ എത്ര നമ്മൾ ഇടേണ്ടി? 1 കപ്പ് ഓയിൽ ഇട്ടിട്ട് നല്ലോണം അത് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് മാറും. ആ സമയത്ത് എന്നാ ഉണ്ട്, നമ്മൾ എന്നാ ചെയ്യണം, ഈ ഷുഗർ നമ്മൾ ഈ ഫ്ലോറിനകത്ത് ഷുഗർ എല്ലാം ഇട്ടിട്ടില്ലേ, അത് ഇതിനകത്ത് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നാ ഉണ്ട്, ഇതിനകത്ത് എന്നാ ഉണ്ട്, നമ്മൾ ഈ എന്നാ ഉണ്ട് ഇത് എല്ലാം ഡ്രൈ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വെള്ളം ഉണ്ടല്ലോ, ഹോട്ട് വാട്ടർ 1 കപ്പ് ഇതിനകത്ത് ഇട്ടിട്ട് നല്ലോണം അത് ബൈൻഡ് ചെയ്യണം. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നാ ഉണ്ട്, കാഷ്യൂ നട്ട്, ഇത് മുന്തിരി പരിപ്പെല്ലാം മൈദ മാവിനകത്ത് ഇച്ചിരി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ മണ്ടയ്ക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് ഒരു മിക്സിങ് ചെയ്യണം. അത് എന്നത്തിന് വേണ്ടിയാ ചെയ്യുന്നത്? മൈദ മാവിന്റെ കൂടെ ഈ കാഷ്യൂ നട്ടെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം എന്നാ ഉണ്ട്, ഇതിനകത്ത് താഴോട്ട് ഇരുന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് എന്നാ ഉണ്ട്, ഇതിനകത്ത് ബൈൻഡ് ചെയ്യണം. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഗ്രീസ് ചെയ്ത പാത്രത്തിൽ നമ്മൾ ഇത് എന്നാ ഉണ്ട് ബാറ്റർ ഇട്ട് എന്നാ ഉണ്ട് 180 ഡിഗ്രി സെൽഷ്യസിനകത്ത് ഓവനകത്ത് ഇട്ട് ബേക്ക് ചെയ്യണം. എത്ര? 40 തൊട്ട് 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. അതെ, ബനാന കേക്ക് ഉണ്ടാക്കുന്ന വളരെ ഈസി അല്ലേ? 4 ബനാന വേണം, 4 മുട്ട വേണം. അത് കഴിഞ്ഞ് പിന്നെ എന്നാ ഉണ്ട്, ഓയിൽ 1 കപ്പ് വേണം, വാനില വേണം, പിന്നെ ഓൾ പർപ്പസ് ഫ്ലോർ പറഞ്ഞാൽ മൈദ വേണം, 2 കപ്പ് ഷുഗർ വേണം, പിന്നെ ടീസ്പൂണ് ബേക്കിംഗ് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ സോൾട്ട് വേണം, പിന്നെ റേസൻസ് അതെല്ലാം 100 ഗ്രാം വേണം, ചൂടുവെള്ളം വേണം. ആദ്യം എന്നാ ചെയ്യുന്നത്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ബോളിനകത്ത് നമ്മൾ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് എന്നാ ഉണ്ട്, ബനാന മാഷ് ചെയ്തു, എഗ് ഇട്ടു, ഓയിൽ ഇട്ടു, അത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ല ഫ്ലഫി ആയി കഴിഞ്ഞ ശേഷം എന്നാ ഉണ്ട്, ഇതിനകത്ത് വാനില എസൻസ് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് എന്നാ ഉണ്ട്, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഇട്ട് നല്ലോണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ, ഷുഗർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതെല്ലാം ഒരു കണ്ടെയ്നറിനകത്ത് വേറെ ഒരു കണ്ടെയ്നർ ബോളിനകത്ത് വെച്ചിട്ടില്ല, അത് ഇതിനകത്ത് മിക്സ് ചെയ്തു. അന്നേരം എന്നാ ഉണ്ട്, ഒരു എന്നാ ഒരു ലിക്വിഡ് ആൻഡ് ഡ്രൈ മിക്സ് ആകുമ്പോൾ മിക്സിംഗ് പോയിന്റിലോട്ട് മാറും. അത് കഴിഞ്ഞ് പിന്നെ എന്നാ ഉണ്ട്, അത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഈ ഹോട്ട് വാട്ടർ ഇതിനകത്ത് ഇടുന്നത് ഇട്ടിട്ട് നല്ലോണം അത് മിക്സ് ചെയ്യണം. അത് ബാറ്റർ ഫോമിനകത്തായി കഴിഞ്ഞ ശേഷം നമ്മൾ എന്നാ ചെയ്യുക, ഇതിനകത്ത് ഈ റേസൻസ് പറഞ്ഞാൽ മുന്തിരി, ബദാം അതെല്ലാം ഇച്ചിരി മൈദ മാവിനകത്ത് എന്നാ ഉണ്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തിട്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നാ ഉണ്ട്, നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് 180 ഡിഗ്രി 10 മിനിറ്റ് വരെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ഡിഫറെൻറ്റ് ഒരു ബോളിനകത്ത് ഈ ബാറ്റർ മൊത്തം ഇട്ട് ടാപ്പ് ചെയ്ത് അതെന്നാ ഉണ്ട് അതിൻ്റെ അകത്ത് ഓവനകത്ത് വെച്ച് 180 ഡിഗ്രി സെൽഷ്യസിനകത്ത് നമ്മൾ എത്ര മിനിറ്റ് വരെ? 40 തൊട്ട് 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ ഇത് ബനാന കേക്ക് റെഡി. ഇത്രയും 3 പ്രാക്ടിക്കൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ